Hello all. This is our അഞ്ചാമത്തെ മൊഡ്യൂളിന്റെ ഏഴാമത്തെ വീഡിയോ ആണ്. ഈ ഏഴാമത്തെ വീഡിയോ എന്ന് പറഞ്ഞ ടോപ്പിക് വേവ് ഇക്വേഷൻസ് ഇൻ ഫേസർ ഫോം എന്ന പെർട്ടിക്കുലർ മീഡിയം ആണ്. ഇത് രണ്ട് ഡിഫറെന്റ് വീഡിയോസ് ആയിട്ട് രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ടാവും. ഒരു സിംഗിൾ വീഡിയോയിൽ ഇത് നിൽക്കില്ല. So this is 5.7.1 and you will have one more video which will be named as 5.7.2. Okay. So this is a wave equation in phasor form. So തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണ്? We have seen about gamma, eta, etc. So they have to be derived based on mu, sigma, epsilon, etc. അപ്പോൾ ഇതിൽ നിങ്ങളൊക്കെ ഈ പറഞ്ഞ ഗാമ, ഈറ്റ ഒക്കെ കേട്ടുപരിചയമുള്ള ടേംസ് ആണ്. What is gamma? Gamma is propagation constant. What is eta? Eta is intrinsic impedance. So as I have told before, the Maxwell's equations are quite important. Maxwell's equations can be in static field or in dynamic field. Both of them are really very important. You have to definitely take note of the same. So from Faraday's law of the Maxwell's equation, we know that del cross E is equal to minus dou B by dou T, where B is equal to mu H. So if you are replacing this B by H, your equation will be like this, minus mu into dou by dou T of dH. So if you are taking the curl of equation number 1 on both sides, what will happen? Del cross E is equal to minus mu into del cross dou by dou T of capital H. Curl എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വെറുതെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക എന്നാണ് അർത്ഥം. So from the fundamentals of the vector identity, we know that del cross A is equal to del dot A minus del square A. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് വെക്ടർ ഐഡന്റിറ്റി ആണ്. ഇതിന് മുൻപ് നമ്മൾ ഒരു വെക്ടർ ഐഡന്റിറ്റി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ നോക്കിയിട്ട് കമ്പൈൻ ചെയ്ത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ഈ പറഞ്ഞതിനകത്ത് എ എന്ന് പറഞ്ഞ ടേമിന് വരെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വാട്ട് വിൽ ഹാപ്പൻ ടു അവർ ഇക്വേഷൻ നമ്പർ 2? del dot E is equal to minus del square is equal to minus mu into dou by dou T of del cross H. അപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വെക്ടർ ഐഡന്റിറ്റി നമ്മൾ ഉപയോഗിച്ചു. Now from Maxwell's equation we also know that del cross H is equal to J plus dou by dou T of capital D. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മിക്സ് എപ്പോഴും ഇങ്ങനെ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. ഇങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് ആ രണ്ട് ഇക്വേഷനും നമ്മൾ മൊഡ്യൂൾ 3ലും മൊഡ്യൂൾ 4ലും പഠിച്ചിട്ടുള്ള മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ സ്റ്റാറ്റിക് കണ്ടീഷൻസിലുള്ളതും ഡൈനാമിക് കണ്ടീഷൻസിലുള്ളതും നിങ്ങൾ മറിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഓർമ്മ നിൽക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ, ദെൻ വാട്ട് വി ആർ ഗോയിങ് ടു ഡു, നമ്മൾ ജസ്റ്റ് ഈ പറഞ്ഞ ഇക്വേഷൻ, അതായത് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു, ഇതിന്റെ റൈറ്റ് സൈഡിലെ ഡെൽ ക്രോസ് എച്ചിന് പകരം ഈ ജെ പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് ക്യാപിറ്റൽ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. സോ വാട്ട് വിൽ ഹാപ്പൻ? യുവർ del dot E is minus del square E is equal to minus mu into dou by dou T of, ഇയാൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, J plus dou by dou T of capital D. Then we are having a certain condition that in most of the regions we are having a charge-free condition. So if you are having a charge-free condition, what about the electric field intensity? The del of the electric field intensity will be equal to 0. So del dot E is equal to 0. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിലത്തെ ആദ്യത്തെ ടേം ഓട്ടോമാറ്റിക്കലി 0 ആയിപ്പോകും. കാരണം del dot E ബ്രാക്കറ്റിലുള്ള 0 ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി 0 ആയിപ്പോയി. ഇനി എന്ത് ചെയ്തു? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്തുണ്ടാവും? മൈനസ് del square is equal to minus mu into dou by dou T of J plus dou by dou T of capital D. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്തു? ഈ മൈനസിന് ഇപ്പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ എന്തായി നമ്മുടെ ഇക്വേഷൻ? ഈ ഇക്വേഷൻ തന്നെ, ഇക്വേഷൻ നമ്പർ 7 തന്നെ ചെറിയൊരു മാറ്റം വന്നു. എന്താ ഇക്വേഷൻ? മൈനസിന് മാറ്റി. അപ്പോൾ എന്ത് സംഭവിച്ചു? del square is equal, ഇപ്പുറത്തേക്ക് കൊണ്ടുള്ള മൈനസിന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? del square is equal to mu into dou by dou T of J plus dou by dou T of capital D. Now E and H are varying with respect to time. So if the partial derivative taken with respect to time can be replaced by j omega. അതായത് നമുക്ക് ഈ ഡോ ബൈ ഡോ ടീനെ ജെ ഒമേഗ എന്ന് റീപ്ലേസ് ചെയ്യും. നിങ്ങൾക്ക് തോന്നും ഒരു റിലേഷൻഷിപ്പ് ഇല്ലാന്ന് തോന്നും. അത് നിങ്ങൾക്ക് ആലോചിക്കാൻ എളുപ്പത്തിന് ഒരു കാര്യം ഞാൻ പറയാം. ഒമേഗ ഈക്വൽ ടു എന്താണ്? 2πf ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലന്റ് ആണ്? 1/t ഈക്വലന്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു ലോജിക്കൽ സെൻസ് കിട്ടും. ഡോ ബൈ ഡോ ടി ഈക്വൽ ടു ജെ ഒമേഗ. അപ്പോൾ എവിടെയൊക്കെ ഡോ ബൈ ഡോ ടി കാണുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So if I am substituting like that, what happens in equation number 8? Del square is equal to mu into j omega, mu into ഇയാൾക്ക് വരും j omega കൊടുത്തു into j plus j omega into capital D എന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഈ ഓരോരുത്തർക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ we know j is equal to sigma E, d is equal to epsilon E. ഇതും നമുക്ക് മുൻപേ അറിയുന്ന ഇക്വേഷൻസ് ആണ്. നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. So that is equal to j omega mu into j plus j omega into capital D. Equal to j omega mu into ഈ ജെക്ക് വരെ ഞാൻ എന്ത് കൊടുത്തു? സിഗ്മ ഇ പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ക്യാപിറ്റൽ ഡിക്ക് വരെ എന്ത് കൊടുത്തു? എപ്സിലോൺ ഇ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ബ്രാക്കറ്റിനെ അങ്ങോട്ട് റിമൂവ് ചെയ്തു. ബ്രാക്കറ്റിനെ റിമൂവ് ചെയ്യുന്ന വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, എനിക്ക് ഈനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ
So that is equal to j omega mu sigma epsilon, j omega mu sigma capital E plus j omega mu into j omega epsilon capital E. ബ്രാക്കറ്റിനെ ജസ്റ്റ് റിമൂവ് ചെയ്തു. ആ ബ്രാക്കറ്റിനെ റിമൂവ് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും ജെ ഒമേഗ മ്യൂവിനെ പുറത്തേക്ക് എടുത്തു. ജെ ഒമേഗ മ്യൂ ഈ ഈനെയും കൂടെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ പരിപാടി ചെയ്തു. ബ്രാക്കറ്റിനകത്ത് ബാക്കി എന്ത് വന്നു? സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ എന്നുള്ള ടേം ബ്രാക്കറ്റിൽ വന്നു. അപ്പൊ ആ ടേമിന് ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ എഴുതി, ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ഇൻറ്റു ക്യാപിറ്റൽ. അതായത് ഞാൻ ഇക്വേഷൻ നമ്പർ 9 പേര് വിളിച്ചു. അപ്പൊ ഈ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 9 ഏത് ഫീൽഡിനാ പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡിനാ പറഞ്ഞത്. ഇതേ കാര്യത്തിന് തന്നെ നമുക്ക് എവിടെയും പറയാം, മാഗ്നറ്റിക് ഫീൽഡിലും പറയാം. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു എന്ന് എഴുതിയതിന് പകരം അടുത്ത ടേമിൽ മാഗ്നറ്റിക് ഫീൽഡിനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു ഈ പറഞ്ഞ ആൾക്കാർ ജെ സിഗ്മ ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ഇൻറ്റു ഈ ഇക്ക് വരെ എന്ത് വരും? എച്ച് വരും. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ നമ്പർ 10 എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇക്വേഷൻ നമ്പർ 9 ആയാലും ഇക്വേഷൻ നമ്പർ 10 ആയാലും ബ്രാക്കറ്റിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. എന്താണ്? ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ഒമേഗ എപ്സിലോൺ എന്നുള്ള ടേം ഉണ്ട് ഇല്ലേ? ഈ ടേമിന്റെ പ്രത്യേകത എന്താണ്? ഈ ടേമിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് വിൽ ഡിപെൻഡ് അപ്പോൺ ദി പ്രോപ്പർട്ടി ഓഫ് ദ മീഡിയം ഇൻ വിച്ച് ദ വേവ് ഇസ് പ്രൊപ്പഗേറ്റ്. അല്ലെ, നമുക്ക് ഏത് മീഡിയം അനുസരിച്ച് അതിന്റെ സിഗ്മ മാറും, അതുപോലെ മ്യൂ മാറും, എപ്സിലോൺ മാറും, അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. സോ വി ക്യാൻ സേ ഇൻ ഇക്വേഷൻ നമ്പർ 9 and 10 the terms in the bracket will depend upon the property of the medium in which the wave is propagating. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ബ്രാക്കറ്റിനകത്തെ ടേമിന് പകരം നമ്മൾ അതിനകത്ത് എന്ത് പേരിട്ട് കൊടുത്തു? സിഗ്മ സ്ക്വയർ ഗാമ സ്ക്വയർ എന്ന് പേരിട്ട് കൊടുത്തു. എന്ത് പേരിട്ടു? ബ്രാക്കറ്റിനകത്ത് ആൾക്ക് എന്ത് പേരിട്ടു? ഗാമ സ്ക്വയർ എന്ന് പേരിട്ടു. അതായത് അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഗാമ സ്ക്വയർ ഇ എന്ന് മാറി. അതുപോലെ ഈ ഇക്വേഷൻ എങ്ങനെ മാറി? ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു ഗാമ സ്ക്വയർ എച്ച് എന്ന് മാറി. ഈ രണ്ട് ഇക്വേഷൻ നമ്പർ 11 എഴുതി, ഇക്വേഷൻ നമ്പർ 12 എഴുതി. ഇതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇക്വേഷൻ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇക്വേഷൻ എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് ഗാമ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഈ ബ്രാക്കറ്റിന്റെ ആളാണ് ഗാമ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ആണ് ആര്? ഗാമ സ്ക്വയർ. ഗാമ എന്ന് വെച്ചാൽ ആരായിരുന്നു? നമ്മുടെ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാമ എന്ന് വെച്ചാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആയിരുന്നു. ഈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എന്തിന്റെ ടേംസിൽ എഴുതാമെന്ന് പറഞ്ഞിരുന്നു? ആൽഫ പ്ലസ് ജെ ബീറ്റ എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ? അതിൽ ആൽഫ എന്ന് വെച്ചാൽ അറ്റന്യൂവേഷൻ കോൺസ്റ്റന്റും ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് കോൺസ്റ്റന്റും ആണ്. അപ്പൊ നമ്മൾ ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് എഴുതി. അപ്പൊ ഗാമ എന്തായിരിക്കും? ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. പ്ലസ് ഓർ മൈനസ് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അപ്പൊ ഇനി ഇതിന്റെ അടുത്ത രണ്ട് പാർട്ടായിട്ട് കമ്പയർ ചെയ്ത് എഴുതുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. This is 5.7.1.